ബഹുമാന്യരെ, കടുത്ത തലവേദനപ്പെട്ടുപോയി. മഹേഷിൻ്റെ സ്നേഹപൂർണമായ നിർബന്ധം കൊണ്ട് പെട്ടെന്ന് ഡോക്ടറെ കിട്ടി. പ്രഷറിൽ വേരിയേഷൻ ഒന്നെന്നാവും. ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു. വൈകുന്നേരത്തെ പരിപാടി ഇവിടെ ജില്ലയുടെ കിഴക്കേ അറ്റമുള്ള ഒരു ഗ്രന്ഥശാലയിലായിരുന്നു. അവിടെ ആ ലൈബ്രറി കമ്മിറ്റിയിൽ ഒരു ഡോക്ടറുണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലിക ആശ്വാസം കിട്ടിയതാണ്. ഇന്ന് പകലൊക്കെ തലവേദന ഉണ്ടെങ്കിൽ അത്ര സീരിയസ് ആക്കിയില്ല. പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ അപ്പുറത്തോട്ടൊന്ന് പോയത്. ആ സമയത്ത് എനിക്കൊരു നല്ല ചാൻസ് നഷ്ടപ്പെട്ടു. വളരെ യൗവനത്തിൽ തന്നെ ആരാധനയോടെ കേൾക്കുന്ന ഒരു പേരാണ് സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നൊരു അവാർഡ് ഏറ്റുവാങ്ങിയപ്പോൾ അതിൽ പങ്കാളിയാകാൻ കഴിയാത്ത ഒരു വിഷമം എന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തെ നാടക ശ്രവണവേളയിൽ അല്ലെങ്കിൽ ആസ്വാദന വേളയിൽ നാടകത്തിൻ്റെ മുമ്പിലെ കർട്ടനിൽ മാത്രമായി ലൈറ്റ് കേന്ദ്രീകരിക്കുകയും ആദ്യത്തെ ബെല്ല് മുഴങ്ങാൻ ആഗ്രഹിക്കുകയും ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ, കാരണം പറയുന്നതിനേക്കാൾ 1-2 മണിക്കൂർ ലേറ്റായിട്ട് നാടകം തുടങ്ങാറുള്ളൂ. കാശ് 10 കിട്ടിയാലേ തുടങ്ങാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലെ പഞ്ചായത്തിലെ മുഴുവൻ ലൈറ്റും അണച്ചു കൊടുക്കണമെന്ന് വേദിയിൽ ആവശ്യപ്പെടുമ്പോൾ ഒരു ഉൾക്കൊള്ളിലുണ്ട്. നാടകം തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ കർട്ടനിൽ മാത്രമായി സ്പോട്ട് ലൈറ്റ് കേന്ദ്രീകരിക്കുന്ന സന്ദർഭത്തിൽ ചില പേരുകൾ ഉയർന്നു കേൾക്കും. അതിലൊരു പേരാണ് ചെറുന്നിയൂർ ജയപ്രസാദ്, മറ്റൊരു പേരാണ് ആർട്ടിസ്റ്റ് സുജാതൻ. ഇനിയും ഒരു പേര് താഴെയുണ്ട്, അത് അപ്പുറത്തിരിപ്പുണ്ട്, അഡ്വക്കേറ്റ് മണിലാൽ. ഇവരൊക്കെ 50-60 വർഷമായി മലയാള നാടകരംഗത്ത് പ്രതിഭ തെളിയിച്ചിട്ടുള്ളവരാണ്. ആ കാലത്ത് നാടകം ആസ്വദിക്കുന്നതിൽ എത്രയോ പേരുകൾ. കൊല്ലം ജില്ലക്കാർക്ക് എൻ വി തിരുവിക്രമപിള്ള സാർ, ഒ മാധവൻ സാർ, നമ്മുടെ തോപ്പിൽ ഭാസി, നമ്മുടെ കെ ടി മുഹമ്മദ്, എൻ എൻ പിള്ള സാർ. ഞങ്ങളിപ്പോൾ ഗ്രന്ഥശാല സംഘം, ഞാനൊരു ഗ്രന്ഥശാല പ്രവർത്തകൻ കൂടിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ വർഷവും നാടക മത്സരം നടത്തുന്നു. ഓരോ ജില്ലയിൽ നിന്നും ഒരു നാടകം വീതമെടുത്തിട്ടാണ് നടത്തുന്നത്. ആ നാടക മത്സരത്തിലെല്ലാം കുറച്ച് പ്രൊഫഷണൽ നാടകം നമ്മൾ സാധാരണ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നാടക സങ്കല്പങ്ങളും നാടക പ്രതിഭകളും ഒക്കെ വളർന്നു വരുന്നുണ്ടെന്നുള്ളതാണ് നിരാശാജനകമല്ലാത്തൊരു കാര്യം. ഇവിടെ എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നത്, ഞാൻ ഇപ്പോഴും ഒരു പുസ്തക പ്രകാശനം ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നില്ലാത്തൊരു ഭാഗ്യമായി കരുതുന്നത്, ചെറുന്നിയൂർ ജയപ്രസാദ് എഴുതിയ 3-4 പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്യാൻ, അതും നൽകിയത്, അത് ഏറ്റുവാങ്ങിയത് നമ്മളൊക്കെ സിനിമയിലൂടെയും നാടകത്തിലൂടെയും സ്ക്രിപ്റ്റിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ള രവികുമാർ സാറാണ്. അതൊരു ഭാഗ്യമായി തന്നെ കരുതുകയാണ്. ഇവിടെ ദീർഘമായ പ്രഭാഷണത്തിന് സാധ്യതയില്ലാത്തൊരു വേദിയാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ വേദി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, കുറേ നേരമായിട്ട് 2 പക്ഷികൾ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ഇവിടുന്ന് പറയിൽ നിന്ന് പറന്ന് ഈ കെട്ടിടത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ തന്നെ അതിൻ്റെ വാസമുണ്ട്. തിയേറ്ററുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗാർഡൻ തിയേറ്റർ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഒരു സവിശേഷത, വർണ്ണത്തിൻ്റെ സവിശേഷതയാണ്. അത് ചുവപ്പിൻ്റെയും കറുപ്പിൻ്റെയും ഒരു മേളനം ഇവിടെ നടക്കുന്നുണ്ട്. ഞാനത് കരുതിയത് ആർട്ടിസ്റ്റ് സുജാതൻ സാറിൻ്റെ കയ്യൊപ്പായിട്ടാണ്. പക്ഷെ അദ്ദേഹം അതിവിടെ ചാർത്തി കൊടുക്കുന്നത് മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് കൂടി ചാർത്തി കൊടുക്കുകയാണ്. ചെറുന്നിയൂർ ജയപ്രസാദിൻ്റെയും കയ്യൊപ്പ് അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ മനോഹരമാക്കിയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ തിയേറ്റർ ഇവിടെ ഇത് അനുഭവിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, നമ്മുടെ നാട്ടിലെ എത്രയോ നൂറ്റാണ്ട് സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായിരുന്നു തിയേറ്ററുകൾ.
കാരണം അത് ക്ഷേത്രത്തിനകത്തോ ആരാധനാലയങ്ങൾക്കകത്തോ മാത്രമായി സമ്മേളിച്ചിരുന്ന ഒന്നാണ്. പക്ഷെ അപ്പോഴും സമാന്തരമായി പാടത്തും പറമ്പിലും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന സാധാരണ മനുഷ്യരുടെ കലകളുടെ തിയേറ്ററുകൾ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ കലകൾ എന്ന് പറയുന്ന കല സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന സമയത്ത് അത് ക്ഷേത്രത്തിനകത്തായിരുന്നു. ഒരു 5-6 കൊല്ലമേ ആയുള്ളൂ ഒരു കഥകളി നടത്താൻ ഒരു ക്ഷേത്രത്തിൽ ചെന്ന കലാമണ്ഡലം ഹൈദരാലിക്ക്. ഒരുപാട് നൂറ്റാണ്ടായില്ല, പതിറ്റാണ്ടായില്ല, ഒരു പതിറ്റാണ്ടിനകത്ത് നടന്ന കാര്യമാണ്. കഥകളി നടക്കണമെങ്കിൽ കഥകളി വേഷത്തോടൊപ്പം കഥകളി ഗായകനുണ്ടാവണം. ഒരു പരിധിവരെ അരങ്ങ് നിയന്ത്രിക്കുന്നത് പ്രശസ്തരായ കഥകളി ഗായകർ കൂടിയാണ്. അപ്പോൾ കലാമണ്ഡലം ഹൈദരാലിക്ക് സ്റ്റേജിലേക്ക് കയറാൻ അനുവാദം കൊടുത്തില്ല അമ്പലം കമ്മിറ്റി. പക്ഷെ ആസ്വാദകർ ഹൈദരാലിയെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ്. കാരണം നമ്മുടെ കഥകളിയിലെ ജനകീയ ഗായകനാണ് കലാമണ്ഡലം ഹൈദരാലി. 5 വയസ്സുള്ളപ്പോൾ നത്തോലി പോലെ രൂപമുള്ള ഈ കറുത്ത ചെറുക്കൻ ഒരു നമ്പൂതിരിയുടെ മുമ്പിൽ കഥകളി പഠിക്കാൻ ചെന്നപ്പോൾ ചേങ്ങിലയുടെ തണ്ടെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയുണ്ടായി. അയാൾ മരിക്കുന്നത് 140 കഥകളി ഹൃദയസ്ഥമാക്കി ലോകോത്തര വേദികളിൽ ഈ കഥകളി സാഹിത്യം മനോഹരമായി പാടി ഒരു മണലോറിക്ക് അടിപ്പെട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. കലാമണ്ഡല ഹൈദരാലിയെ ആസ്വദിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആസ്വാദകർ ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് പൊളിച്ച്